ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നൊരു സിനിമ ഒരു യാത്രയുടെ ഭാഗമായി കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കി കാണാം. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഫസ്റ്റ് തുടക്കമൊക്കെ കണ്ടപ്പോഴേ കുറച്ച് നേരം ഒന്ന് നിർത്തി പിന്നെ കണ്ടിട്ട് അങ്ങനെ പയ്യൊന്ന് കണ്ടു തീർക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ഒറ്റ ഇരിപ്പിന് കണ്ടു തീർത്ത നല്ലൊരു ഇംപ്രഷൻ എന്നിൽ ഉണ്ടാക്കിയ സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മിഥുൻ ബാലാജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഗോമതി ശങ്കർ തിരക്കഥയിൽ പങ്കാളിയായിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള സ്റ്റീഫൻ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. 9 പെൺകുട്ടികൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാണ്ടായിട്ടുണ്ട്, എവിടെ പോയിട്ടുണ്ടെന്നറിയില്ല. ആ 9 പെൺകുട്ടികളെയും കൊന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് സ്റ്റീഫൻ പോലീസിൽ പിടികൊടുക്കുകയാണ്. ആക്ച്വലി ആ 9 പേരെയും കൊന്നിട്ടുള്ളത് സ്റ്റീഫൻ തന്നെയാണ്. അത് തുടക്കത്തിലേ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ അയാൾ എന്തിന് ഇപ്പോൾ പിടികൊടുത്തു? ഇനിയിപ്പോൾ അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാതിരുന്നൊരു സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായി കൊന്നുപോയതാണ്. കാരണം ഈ പോലീസുകാർക്ക് ഇതുവരെ ബോഡിയൊന്നും കൈ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. ഇയാളൊരു സൈക്കാട്രിക് സ്റ്റഡിയിലൂടെ കടന്നു പോകണം. ഇയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊരു സൈക്കാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഫോറൻസിക് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള സീമയും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മൈക്കിളും ഇയാളുടെ പാസ്റ്റിലേക്ക് പോവുകയാണ്. സീമ അയാളുടെ മനസ്സിനുള്ളിലേക്ക് കയറി ചെന്ന് അയാളുടെ കുട്ടിക്കാലത്തേക്കൊക്കെ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യുന്ന സമയത്ത് മൈക്കിൾ അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള തെളിവുകളിലൂടെ ഈ സ്റ്റീഫനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി സിനിമ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളത് അത് ഇത്തരത്തിലുള്ള ഈ സൈക്കോളജിക്കൽ ത്രില്ലറുകൾ കണ്ടിട്ടുള്ള നമ്മളൊക്കെ ഊഹിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണെന്ന് വിചാരിക്കും. പക്ഷേ അതുക്കും മേലെ ചില കാര്യങ്ങളൊക്കെ, അതായത് ഇതുവരെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് ഈ സിനിമ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യം. ആൻഡ് ഗംഭീര പ്രകടനങ്ങൾ കാണാൻ പറ്റി. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ വലിയ ബോറടിയൊന്നുമില്ല. ക്ലൈമാക്സ് വേറെ ലെവൽ. ഫോർ ദ ക്ലൈമാക്സ് ആൻഡ് പെർഫോമൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സ്റ്റീഫൻ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. നമുക്ക് പതിവുപോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഗോമതി ശങ്കർ. അദ്ദേഹമാണ് ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴാണ് പുള്ളി അങ്ങ് ആടി തിമിർക്കുന്നത്. അതിന് മുമ്പും നമ്മൾ നോക്കുമ്പം കൊള്ളാം, നന്നായിട്ടാണ് ചെയ്യുന്നത്. അതായത് നല്ലത് തന്നെ. പക്ഷേ ഒരു പെർഫോമൻസ് സാധനം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവസാനമായപ്പോഴേക്കും പുള്ളി പൊളിച്ചിട്ടോ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഇതിൽ സൈക്കാട്രിസ്റ്റ് ആണെങ്കിലും പോലീസ് അന്വേഷണം പരിപാടികളൊക്കെ ആണെങ്കിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. അവിടെ ഒരു ഭീകര പെർഫോമറുടെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, മോശമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അടുത്ത ലെവൽ എന്നെനിക്ക് പറയാൻ തോന്നിയ മറ്റ് 2 പേരുകൾ, ഒന്ന് കുബേരൻ, മറ്റൊന്ന് വിജയശ്രീ. സ്റ്റീഫൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അഭിനേതാക്കളാണ്. അവർ നിന്നങ്ങ് അർമാദിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരിയൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ ആൾ മാറുന്നത്, അതെങ്ങനെ പെർഫോമൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നതേ അതൊരു ഭീകര പരിപാടിയാണ്. അവർക്ക് വലിയ കോസ്റ്റ്യൂം ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറി, നിങ്ങളത് എക്സ്പ്രസ് ചെയ്യണം. അതായത് അതുവരെ കുമ്പിട്ട് തല്ലുകൊള്ളുന്നതും പേടിച്ച് നിന്നെടുത്തുന്നത് ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ലടാന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലേക്ക് അവർ മാറുന്നത്, അവരത് സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഗംഭീര പെർഫോമൻസാണ്. ഞാൻ പറഞ്ഞ അവരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ സിനിമ കാണാം. അമ്മാതിരി പെർഫോമൻസ്. ആൻഡ് കുബേരൻ, അയ്യോ അങ്ങേരെ അമ്മ ഒരു ടോക്സിക് ഭർത്താവ് ചെയ്യുന്നൊരു പേടിത്തൊണ്ടലിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളും ഇയാളെയൊക്കെ ചുരുളഴിച്ച് വരും. പക്ഷെ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവുന്നുള്ളതാണ് ഞാൻ പറയാത്തത്. പക്ഷേ പെർഫോമൻസിലുള്ള ഒരു സാധനമുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണമേ. ആ റേഞ്ചിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അഭിനേതാക്കളിൽ നിന്ന് ഇതിങ്ങനെ എടുക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ മികവാണ്. നമ്മൾ ഈ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസുകളൊക്കെ ഗംഭീരം എന്ന് പറയുമ്പോഴും ആ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ ചുരണ്ടി എടുക്കുക, പിന്നെ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയില്ലേ, സംവിധാന മികവ് വേറെ ലെവൽ പരിപാടിയാണ്. മിഥുൻ ബാലാജി അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഇതിൽ സംവിധായകനായിട്ട് അടിപൊളിയായിട്ട് ഇവരിൽ നിന്ന് ആ പെർഫോമൻസ് ഇങ്ങനെ ഊറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര ഇമ്പ്രസ്ഡ് അല്ല. സൗണ്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആവുന്ന പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. വിഷ്വലിലും നമ്മളിതുവരെ കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്ന് ചെയ്യുന്ന അതിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ബഡ്ജറ്റിൽ നിന്നിട്ട് അവർ കൺസെപ്റ്റ് വൈസ് ഇത് വേറെ ലെവൽ ഫീലാണ്. അതായത് പടം കണ്ടു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത എന്ന് പറയുന്നതേ അത് ഭീകരമാണ്. അതിനെ അവർ ഈ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സംഭവം വിഷ്വൽ നിങ്ങൾ കാണണം മോനെ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എഡിറ്റിംഗ് വൈസ് വിഷ്വലിൽ ആ എഡിറ്റിംഗ് എന്ന് പറയുന്ന പാർട്ട് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരു നോൺ ലീനിയർ ആയിട്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. പാസ്റ്റിലേക്കും പ്രസൻറ്റിലേക്കും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സൈഡിലേക്കും ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചുരുളഴിഞ്ഞ് വരല്ല, എല്ലാ കേസിലും ഒരു ചുരുളഴിയൽ എലമെൻ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഇതിൽ
ചില കാര്യങ്ങൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറയുന്നത്. എല്ലായിടത്തും ഈ എഡിറ്റിംഗ് പ്രോപ്പറായിരുന്നു, ആ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിരുന്നു. നമുക്കിതിനകത്തൊരു ഡൗട്ടില്ല. അടുത്ത പോസിറ്റീവ്, ഈ ക്രിമിനൽ മൈൻഡ്, അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ പരിപാടികൾ നമ്മളെല്ലാ കാലത്തും സിനിമയിൽ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് ഇതുപോലത്തെ സീരിയൽ കില്ലർ പരിപാടികളിൽ സിനിമകളിലൊക്കെ ആവർത്തിച്ച് വരുന്നൊരു ക്ലീഷേഡ് സാധനമുണ്ട്. അതിനെ ഒന്ന് പൊളിച്ചടുക്കി തുറന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വേർഷനിലേക്ക് വരിക, ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതിനകത്തൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച്, തിരക്കഥാകൃത്തുക്കളെയൊക്കെ സൂക്ഷിക്കണമല്ലോ, അവന്മാർ ഏത് റേഞ്ചിൽ ആലോചിക്കുന്നത് എന്ന് തോന്നിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ക്രൈം ചെയ്യാനുള്ളൊരു സാധനം കിട്ടിയെന്ന് പറയുമല്ലോ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ക്രൈമും ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് പറയുന്ന പോലെ. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തതിന് ശേഷം ഒരു യുവാവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, കേരളത്തിൽ തന്നെയാണ്. പ്രണയം തോന്നിയ പെൺകുട്ടിയോട്, അത് പ്രണയിച്ച പെൺകുട്ടിയാണോ എന്തോ, അവളുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ദേഷ്യത്തിൽ അവളെ കൊന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, എനിക്ക് ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ ഇത്ര വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങും, പിന്നെ എനിക്ക് ജീവിതം ബാക്കിയാണെന്ന്. അങ്ങനത്തെ ഡയലോഗുകൾ അത് ഒരുപാട് ക്രിമിനൽസ് ആലോചിക്കുന്നതാണ്. ആ ഡയലോഗ് അടക്കം നമ്മൾ ഇതിനകത്ത് കേൾക്കുമ്പോഴേ നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാനുണ്ട്. ഈ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ക്രൈമുകൾ, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള, ഇപ്പോൾ വല്ലാത്തൊരു കഥയിലൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ഈ ക്രിമിനൽ സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ച് വരുമ്പം അസാമാന്യ റൈറ്റിംഗ് ആണിത്. പിന്നെ പറയേണ്ടത് സിനിമയുടെ ഒരു പേസാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു പേസിലാണ് പോകുന്നത്. ഭയങ്കര സ്പീഡിൽ കാര്യങ്ങളിട്ട് മനസ്സിലാക്കിക്കാൻ പറ്റാതെയോ, അല്ലെങ്കിൽ ഒരുപാട് അഴിച്ചഴിച്ചഴിച്ച് അവസാനം നമുക്കൊന്ന് തീർന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല. കറക്റ്റൊരു പേസിലാണ് പോകുന്നത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാതെ അതൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ചിലപ്പോൾ നമുക്ക് കുറച്ച് ലാഗായി പോയതുപോലെ തോന്നും, ചിലപ്പോൾ കുറച്ച് സ്പീഡ് കൂടിയതുപോലെ തോന്നും. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇത് കറക്റ്റ് പടമാണ്. ഇതിങ്ങനെ തന്നെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഇവരുടെ കയ്യിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇവർ കുറച്ചും കൂടി വിഷ്വലിയൊക്കെ കുറച്ചും കൂടി ഒരു എന്തെന്ന് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനത്തെ ഒരു സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൻ പരിപാടിയാണ്. പക്ഷേ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെയും ഉള്ളിൽ കയറി കിടന്ന് കളിക്കുന്ന, ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്നിട്ട് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോ നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മളിൽ ഉണ്ടാക്കുക. അതായത് ഒരു പടം കണ്ടു കഴിയുമ്പോൾ അടിപൊളി പടം സൂപ്പർ എന്ന് പറയുന്നതിന് പകരം ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ സിനിമയുടെ ലക്ഷ്യം. അത് അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പം അങ്ങനത്തെ ഒരു പാറ്റേണിൽ എനിക്കൊരു പടം കണ്ട് തീർക്കേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. എന്നെ സംബന്ധിച്ച് വെരി വെൽ എക്സിക്യൂട്ടഡ് സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാനാണ് സ്റ്റീഫനെ കുറിച്ച് തോന്നുന്നത്. സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളിത് ഓൾറെഡി കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമ കാണാൻ സമയം സ്പെൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.